നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട സംരക്ഷണ ദിനം. ആശാവഹമായ സൂചനയായി പഴയങ്ങാടി, താവം, ഏഴോ മേഖലകളിൽ നീർപക്ഷിയുടെ എണ്ണത്തിൽ ശക്തമായ വർധന. ചെറുപുഴ മീന്തുള്ളി നിവാസികളുടെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും വിരാമമായി. മുളപ്പാലം മാറ്റി തൂക്കുപാലം നിർമ്മിക്കാൻ 68 ലക്ഷം രൂപയുടെ പ്രവൃത്തിക്ക് സർക്കാർ അനുമതി. മധു കൈതപ്രം മനുഷ്യസ്നേഹിയായ കലാകാരനെന്ന് പയ്യന്നൂരിൽ ചലച്ചിത്ര താരം മനോജ് കെ ജയൻ. പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ ശമ്പളം മാടായി ബാങ്കിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ജീവനക്കാർ പട്ടിണി സമരം നടത്തി. ചരിത്രപ്രസിദ്ധമായ മാടായിക്കോട്ട സംരക്ഷണമില്ലാതെ നശിക്കുന്നു. പ്രദേശം സാമൂഹ്യവിരുദ്ധരുടെ താവളം. കരിവെള്ളൂർ, പുത്തൂർ ഭാഗങ്ങളിൽ അനധികൃത മണലെടുപ്പ് വ്യാപകമാകുന്നു. വാർത്തകൾ വിശദമായി. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട സംരക്ഷണ ദിനം. ആശാവഹമായ സൂചനയായി പഴയങ്ങാടി, താവം, ഏഴോ മേഖലകളിൽ നീർപക്ഷിയുടെ എണ്ണത്തിൽ ശക്തമായ വർധന. മനുഷ്യന്റെ പ്രകൃതിക്ക് മേലുള്ള അതിക്രമം വർദ്ധിച്ചുവരുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമുണ്ട് ലോക തണ്ണീർത്തട ദിനത്തിന്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നീർപക്ഷികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായി എന്നത് ഏറെ ആശ്വാസകരമാണ്. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ താവം പുഴയോരം, ഏഴോം ഗ്രാമപഞ്ചായത്തിലെ മുട്ടുകണ്ടി, ഏഴോം പ്രദേശങ്ങളിലെ കണ്ടൽക്കാടുകളിലാണ് ഇവ രാപ്പാർക്കുന്നത്. പുഴയിൽ നിന്ന് കിട്ടുന്ന മത്സ്യങ്ങളാണ് ഇവയുടെ പ്രധാന ആഹാരം. 60ഓളം ഇനത്തിൽപ്പെട്ട നീർക്കാക്കകൾ ഇവിടെ കണ്ടുവരുന്നു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചേരക്കോഴി, വെള്ളക്കണ്ണി, എരണ്ട എന്നിവയും ഇവിടെ കണ്ടുവരുന്നുണ്ട്. ഏറെ നേരം വെള്ളത്തിൽ മുങ്ങി നിന്നാണ് ഇവ മത്സ്യം പിടിക്കുന്നത്. ഈ കാഴ്ച ഏറെ കൗതുകകരമാണ്. സുസ്ഥിര ഉപജീവനത്തിന് തണ്ണീർത്തടങ്ങൾ എന്ന മുദ്രാവാക്യവുമായാണ് ലോക തണ്ണീർത്തട ദിനം കൊണ്ടാടുന്നത്. വികസനത്തിന്റെ പേരിൽ തണ്ണീർത്തടങ്ങൾ നികത്തുമ്പോൾ നീർപക്ഷികൾ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകും. ഇവ സംരക്ഷിക്കാൻ ഭരണകൂടം മുന്നോട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചെറുപുഴ മീന്തുള്ളി നിവാസികളുടെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും വിരാമമായി. ഭയപ്പാടില്ലാതെ ഈ പ്രദേശത്തുകാർക്ക് ഇനി പുഴ കടക്കാം. മുളപ്പാലം മാറ്റി തൂക്കുപാലം നിർമ്മിക്കാൻ 68 ലക്ഷം രൂപയുടെ പ്രവൃത്തിക്ക് സർക്കാർ അനുമതിയായി. 3 പതിറ്റാണ്ടുകാലത്തെ പ്രദേശത്തുകാരുടെ മുറവിളികൾക്കൊടുവിലാണ് ഇവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. ഇവിടെയുണ്ടായിരുന്ന മുളപ്പാലം മാറ്റി തൂക്കുപാലം നിർമ്മിക്കുന്നതിനായി 68 ലക്ഷം രൂപയാണ് റവന്യൂ വകുപ്പിന്റെ റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുള്ളത്. 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന മീന്തുള്ളി റവന്യൂ നിവാസികൾ സ്കൂളിലേക്കും ടൗണിലേക്കും എത്തുന്നത് മുള കൂട്ടിക്കെട്ടിയുണ്ടാക്കിയ പാലത്തിലൂടെയാണ്. മഴക്കാലമാകുമ്പോൾ പാലത്തിന്റെ അപകട സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. വർഷങ്ങൾക്ക് മുൻപ് അമ്പിളി എന്ന സ്കൂൾ വിദ്യാർത്ഥിനി പാലത്തിന്റെ മുകളിൽ നിന്നും പുഴയിൽ വീണ് മരിച്ചിരുന്നു. അതിനുശേഷം പാലം അമ്പിളിപ്പാലം എന്നാണ് അറിയപ്പെടുന്നത്. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് റോഷി ജോസിന്റെ ഭരണകാലത്ത് ജില്ലാ കളക്ടർ പി ബാലകിരണിന്റെ മുഖാന്തരം സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പാലത്തിന് തുക അനുവദിച്ചത്. പ്രവൃത്തി ഉദ്ഘാടനം ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കളക്ടർ നിർവഹിക്കും. 3 മാസം കൊണ്ട് പൂർത്തിയാക്കുന്ന വിധത്തിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന സ്റ്റീൽ പാലമാണ് നിർമ്മിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മധു കൈതപ്രം മനുഷ്യസ്നേഹിയായ കലാകാരനെന്ന് മനോജ് കെ ജയൻ. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ മധു കൈതപ്രം അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുഹൃത്ത് സംഘമാണ് ഓർമ്മ എന്ന പേരിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ പരിപാടി സംഘടിപ്പിച്ചത്. മധു നവാഗത സംവിധായകനായി പൊന്മുടിയിൽ എത്തിയത് മുതൽ മധു മരണത്തിന് കീഴടങ്ങുന്നതിന്റെ അല്പനാൾ മുമ്പുണ്ടായ സൗഹൃദം മനോജ് കെ ജയൻ മധുവിന്റെ നാട്ടുകാരായ പയ്യന്നൂരുകാർക്ക് മുന്നിൽ വികാരഭരിതനായി അവതരിപ്പിച്ചു. മധുവുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ഈ സിനിമാ താരത്തിന്റെ വാക്കുകൾ ഓരോന്നും മധുവിനെ സ്നേഹിച്ച പയ്യന്നൂരുകാരുടെ മനസ്സിൽ തട്ടുന്നതായിരുന്നു. ചെറിയ കാര്യങ്ങൾ പോലും മനോജ് കെ ജയൻ ഓർമ്മയിൽ നിന്നും എടുത്തു പറഞ്ഞപ്പോൾ 1 വർഷം മുൻപ് വിട്ടുപോയ പയ്യന്നൂരിന്റെ പ്രിയപ്പെട്ട മധുവിനെ ഓർത്ത് സദസ്സ് വിങ്ങുകയായിരുന്നു. ഇവരെ നയിച്ചുകൊണ്ട് ഒരു പുതിയ സംവിധായകൻ ഒരു സിനിമ ചെയ്തു തീർക്കുക ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. കാരണം അവരവരുടേതായ ഒരു സ്വഭാവവിശേഷങ്ങളുണ്ട്, അവരവരുടേതായ രീതികളുണ്ട്. അപ്പം അതിനിടയ്ക്ക് സാധുവായ മധു നിന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ അല്പം കണ്ടു. പക്ഷെ വളരെ വിദഗ്ധമായി, വളരെ നല്ല രീതിയിൽ അവർ രണ്ടുപേരെയും ഒരുമിച്ച് വളരെ നന്നായി ആ സിനിമ ചെയ്തു തീർത്തു. അപ്പൊ അക്കൂട്ടത്തിൽ അവരോട് കാണിക്കുന്ന പോലെ അത്യാവശ്യം ഒരു ചെറിയ ബഹുമാനം കൂടുതൽ എന്നോട് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മധു എന്നെ കാണണ്ട, ഞാൻ ഒരാളല്ല, ഞാൻ നിങ്ങളോട് പുതിയ ആൾക്കാരോട് ഏറ്റവും കൂടുതൽ മുൻകഴിയുന്ന ആളാണ്.
സിനിമാ ലോകത്ത് എത്തിയിട്ട് വർഷം 25 കഴിഞ്ഞെങ്കിലും ഒരിക്കലും അവസരം ചോദിച്ച് സംവിധായകർക്ക് മുന്നിൽ ചെന്നിട്ടില്ലെന്നും എന്നാൽ മധുവിനോട് പലപ്പോഴും താൻ അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നും പറയാൻ ഈ താരം മടി കാണിച്ചില്ല. ടി.ഐ. മധുസൂദനൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. മധുവിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഉപഹാരങ്ങൾ മനോജ് കെ ജയൻ, എൻ കെ മുഹമ്മദ് കോയ, ഫാറൂഖ് അബ്ദുറഹിമാൻ, കെ യു മണി, രാജീവൻ കിത്തോ എന്നിവർക്ക് സി കൃഷ്ണൻ MLA നൽകി. മധു കൈതപ്പുറത്തിന്റെ സിനിമകളെക്കുറിച്ച് പി പ്രേമചന്ദ്രനും സമകാലിക സിനിമയെക്കുറിച്ച് സന്തോഷ് കീഴാറ്റൂരും പ്രഭാഷണം നടത്തി. കെ യു രാധാകൃഷ്ണൻ, സന്തോഷ് മണ്ടൂർ എന്നിവർ പ്രസംഗിച്ചു. സിനിമാ പ്രദർശനവും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ ശമ്പളം മാടായി ബാങ്കിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ജീവനക്കാർ പട്ടിണി സമരം സംഘടിപ്പിച്ചു. CMP യൂണിയൻ, KSCWF-ന്റെയും കോൺഗ്രസ് യൂണിയൻ PMSAയുടെയും ആഭിമുഖ്യത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. മുൻവർഷങ്ങളിൽ പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാർക്ക് ജില്ലാ സഹകരണ ബാങ്കിന്റെ പരിയാരം ശാഖയിൽ നിന്നാണ് ശമ്പളം നൽകിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് ഡോക്ടർമാർ ഒഴികെയുള്ളവരുടെ ശമ്പളം അതേ ശാഖയിൽ നിലനിർത്തുകയും മറ്റു ജീവനക്കാരുടെ ശമ്പളം മാടായി ബാങ്കിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ഓണക്കാലത്ത് സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം നടത്തുകയും മാനേജ്മെന്റ് ശമ്പളം പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്തു. എന്നാൽ കുറച്ചു മാസങ്ങളായി ശമ്പളം വീണ്ടും മാടായി ബാങ്കിലേക്ക് മാറ്റുകയും ഇതുമൂലം ഒരു വിഭാഗം ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗം ജീവനക്കാർ പട്ടിണി സമരം നടത്തിയത്. സംയുക്ത സമരസമിതി ചെയർമാൻ കെ രാജൻ, സംയുക്ത സമരസമിതി കൺവീനർ VV മധുകുമാർ, KCWF പ്രസിഡന്റ് OV സീന, PMSA ജനറൽ സെക്രട്ടറി PA ശ്രീധരൻ, നേതാക്കളായ NB ചന്ദ്രദാസ്, CH ശ്രീഹരി, PR സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. 2014 ഓണത്തിൻ്റെ സമയത്ത് ഞങ്ങളുടെ ശമ്പളം ഏകപക്ഷീയമായി മാനേജ്മെൻറ്റ് മാടായി ബാങ്കിലേക്ക് മാറ്റി. അതിൽ ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ 14 ഓണ സമയത്ത് ഞങ്ങൾ ഇതുപോലൊരു പട്ടിണി സമരം നടത്തി. അതിൻ്റെ പ്രതിഫലനമായിട്ട് മാനേജ്മെൻറ്റ് ഞങ്ങൾ ഒരു ധാരണയിലെത്തി. കഴിഞ്ഞ 15 മാസമായിട്ട് ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിന് ചെക്ക് തരികയും ഞങ്ങളുടെ ജില്ലാ ബാങ്കിൽ കളക്ഷൻ കൊടുക്കുകയായിരുന്നത്. ഇപ്പോഴും 3 മാസമായി ഏകപക്ഷീയമായ തീരുമാനത്തിൽ കൂടി ഞങ്ങൾക്ക് ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട്. അത് മാടായി ബാങ്കിലേക്ക് ശമ്പളം മാറ്റുമ്പോൾ തന്നെ ഇവർ പറഞ്ഞ കാര്യം ഇപ്പം തന്നെ ഇവിടെ എക്സ്റ്റൻഷൻ കൗണ്ടർ വരും, ഇതിനുള്ളിൽ മറ്റൊരു ബ്രാഞ്ച് തുറക്കുമോ എന്നൊക്കെയായിരുന്നു. ഒന്നും നടന്നിട്ടില്ല കഴിഞ്ഞ 15 മാസക്കാലം. പക്ഷേ 2 തട്ടിൽ ജീവനക്കാർ കാണുന്ന മാനേജ്മെൻറ്റ് നയത്തിനെതിരെയാണ് ഈ സമരം. അത് ജീവനക്കാരുടെ അഭിമാന ബോധമാണ്. ഈ വരണ്യവർഗമായിട്ടും ഒരു കീഴാൾ വർഗം എന്നുള്ള 2 തരത്തിൽ ജീവനക്കാരെ മാനേജ്മെൻറ്റ് ഒരിക്കലും കാണാൻ പാടില്ലായിരുന്നു. അതേസമയം മാടായി ബാങ്കിൽ നിന്നും ഇവർക്ക് ശമ്പളം ലഭ്യമാണെന്നും അത് പോയി വാങ്ങാത്തതുകൊണ്ടാണ് ശമ്പളം ലഭിക്കാത്തതെന്നും എല്ലാവരും ശമ്പളം വാങ്ങുമ്പോൾ ഒരു വിഭാഗം മാത്രം പിന്തിരിഞ്ഞു നിൽക്കുന്നതിന്റെ കാര്യം വ്യക്തമാകുന്നില്ലെന്നുമാണ് മാനേജ്മെന്റ് വാദം. ഒപ്പം മറ്റെല്ലാ ആവശ്യത്തിനും മാടായി ബാങ്കിനെ ആശ്രയിക്കുന്ന ഈ ജീവനക്കാർ ശമ്പളത്തിനു മാത്രം ആശ്രയിക്കാത്തത് ഇവരുടെ സമരത്തിന്റെ സംശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്നും മാനേജ്മെന്റ് പറയുന്നു. കരിവള്ളൂർ, പുത്തൂർ ഭാഗങ്ങളിൽ അനധികൃത മണലെടുപ്പ് വ്യാപകമാകുന്നു. വില്ലേജ് അധികൃതരെ നോക്കുകുത്തിയാണ് മണലെടുപ്പ് നിർബാധം തുടരുന്നത്. പുത്തൂരും പരിസര പ്രദേശങ്ങളിലും വൻ പാരിസ്ഥിതിക പ്രത്യാഘാതം വരുത്തിവെച്ചുകൊണ്ട് വൻതോതിൽ കുന്നിടിച്ച് മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നു. ഇടതടവില്ലാതെയാണ് ഈ പ്രദേശത്ത് മണ്ണെടുപ്പ്. കുന്നുകൾ ഓരോന്നായി ഈ പ്രദേശത്ത് ഇല്ലാതാവുകയാണ്. കുന്നരിഞ്ഞ് മണ്ണെടുത്തിരിക്കുന്ന കാഴ്ച ആരെയും വേദനിപ്പിക്കും. പ്രദേശത്ത് ഇപ്പോൾ തന്നെ കടുത്ത ജലക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. മണ്ണെടുക്കുന്ന ഒരു സംഘം തന്നെയാണ് ഇതിന്റെ പിന്നിലെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രദേശത്ത് ജലസംഭരണികളായി നിലകൊള്ളുന്ന കുന്നുകളാണ് ടിപ്പറുകളിൽ കടത്തിക്കൊണ്ടുപോകുന്നത്. ഒപ്പം ഒരു പറ്റം ജീവജാലങ്ങളും ഇല്ലാതാവുകയാണ്. വില്ലേജ് അധികൃതരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി നിർബാധം തുടരുന്നത്. അധികൃതർ ഈ പ്രവൃത്തി കണ്ട് മൗനം പാലിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. പഞ്ചായത്ത് തലത്തിൽ ഇതിനെതിരെ ജനകീയ കൂട്ടായ്മ രൂപീകരിക്കാനാണ് തീരുമാനമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV രാധാമണി നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. അത് തടയുന്നതിന് വേണ്ടി ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി കൂടിയായി ഈ 11 കമ്മിറ്റി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെയുള്ള മണ്ണടിക്കൽ അവരെ ശ്രദ്ധയിൽ പെട്ടാൽ അവരത് തടയാൻ വേണ്ടി അവർക്ക് കഴിയണമെന്നുള്ള രീതിയിൽ തന്നെ പഞ്ചായത്ത് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇപ്പം പല സ്ഥലങ്ങളും എടുക്കുമ്പം ഈ മണ്ണെടുക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്താനും അതുപോലെ അത് തടയാനൊക്കെ തയ്യാറായിട്ട് ഈ കമ്മിറ്റി വരുന്നുണ്ട്, ഈ മോണിറ്ററിംഗ് കമ്മിറ്റി. ഇനി കുന്നടിക്കുന്നതുകൊണ്ട് വ്യാപകമായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ കുടിവെള്ളക്ഷാമം ഇപ്പം ഫെബ്രുവരി മാസത്തിലേക്ക് കടന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ പല കിണറുകളിലും കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. APJ അബ്ദുൽ കലാമിന്റെ നിലവിലുള്ള ശില്പങ്ങളിൽ ഏറ്റവും വലിയ ശില്പം കാനായിൽ പൂർത്തിയായി. തലശ്ശേരി ട്രാഫിക് യൂണിറ്റ് സർക്കിളിൽ സ്ഥാപിക്കാനാണ് 11 അടി ഉയരമുള്ള കൂറ്റൻ ശില്പം നിർമ്മിച്ചത്. ഉണ്ണി കാനായുടെ കരവിരുതിലാണ് ശില്പം രൂപം കൊണ്ടത്. 11 അടി ഉയരത്തിലാണ് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ശില്പം
പൂർത്തിയായത്. തലശ്ശേരി ട്രാഫിക് യൂണിറ്റിന് മുൻപിലുള്ള സർക്കിളിൽ സ്ഥാപിക്കാനാണ് തലശ്ശേരി പോലീസിന്റെ നിർദ്ദേശപ്രകാരം തലശ്ശേരി ചേംബർ ഓഫ് കൊമേഴ്സ് കലാമിന്റെ ശില്പം നിർമ്മിക്കുന്നത്. കളിമണ്ണിൽ തീർത്ത ശില്പം പിന്നീട് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് എടുത്ത ശേഷം ഗ്ലാസ് ഫൈബറിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. 3 മാസത്തെ സമയമെടുത്താണ് ശില്പം പൂർത്തീകരിച്ചത്. ഇന്ത്യയിലെ കലാമിന്റെ ശില്പങ്ങളിൽ ഏറ്റവും വലിയ ശില്പമാണ് തലശ്ശേരിയിൽ സ്ഥാപിക്കാൻ പോകുന്നത്. ബുധനാഴ്ച രാവിലെ കാനായിൽ നിന്നും ശില്പം തലശ്ശേരിയിലേക്ക് കൊണ്ടുപോകും. രാവിലെ 10 മണിക്ക് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി PN ഉണ്ണിരാജ IPS യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. തലശ്ശേരി ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളും കണ്ണൂർ ജില്ലാ പോലീസ് അസോസിയേഷൻ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കും. ശില്പവും വഹിച്ചുകൊണ്ടുള്ള യാത്രയ്ക്ക് സ്കൂളുകളിലും പോലീസ് സ്റ്റേഷനിലും സ്വീകരണം ഏർപ്പെടുത്തും. 4 മാസത്തോളമായി ഇതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പം നാളെ ഫെബ്രുവരി 3-ന് രാവിലെ കാനയിൽ നിന്ന് ഈ ശില്പം ഘോഷയാത്രയോടുകൂടി തലശ്ശേരിയിലെത്തിക്കും. ഇതിന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി ഉണ്ണിരാജൻ സാറാണ്. അപ്പോൾ ഈ ശില്പം അടുത്ത ഫെബ്രുവരി ആദ്യവാരം നമ്മുടെ കേരള മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്യുന്നതാണ്. വൈകുന്നേരം തലശ്ശേരിയിൽ എത്തിച്ചേരുന്ന ശില്പം സബ് കളക്ടർ നവജ്യോത് ഘോഷ IAS ഏറ്റുവാങ്ങും. ഫെബ്രുവരി ആദ്യവാരം കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശില്പം അനാച്ഛാദനം ചെയ്യും. സൈനിക വാഹനത്തിന്റെ മാതൃകയിലാണ് ശില്പം വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കന്നുവീട് കടപ്പുറം പ്രദേശത്തിന്റെ വികസനം ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രദേശവാസികൾ വലിയപറമ്പ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാസമരം സംഘടിപ്പിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. വലിയപറമ്പ റേഷൻ ഷോപ്പ് മുതൽ തൃക്കരിപ്പൂർ കടപ്പുറം വരെ റോഡിന്റെ ടാറിംഗ് പ്രവർത്തനവും PMGSY റോഡിന്റെ നിർമ്മാണവും ത്വരിതപ്പെടുത്തുക, കന്നുവീട് കടപ്പുറം വായനശാല ഗ്രന്ഥാലയം കെട്ടിടത്തിന് ഫിഷറീസ് തീരദേശ അതോറിറ്റി അനുവദിച്ച ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ അടിസ്ഥാന സൗകര്യമൊരുക്കുക തുടങ്ങിയ ആവശ്യമുന്നയിച്ചാണ് സമരം നടത്തിയത്. സമരം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഇത് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ എതിരായുള്ളതോ ഏതെങ്കിലും ഒരു ജനപ്രതിനിധികളെ തൊട്ടുനീണ്ടിയിട്ട് വിമർശിക്കാനോ യാതൊന്നുമല്ല. അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ 5-ാം വാർഡിലെ ജനങ്ങളുടെ അവരുടെ മാനസികമായ രോഷത്തിൻ്റെ പ്രതിഫലനമാണ് ഇന്നിവിടെ എത്തിച്ചേരാൻ ഞങ്ങൾ നിർബന്ധിതരാക്കിയത്. ഞങ്ങൾ ആവശ്യം ആദ്യമായി ഞങ്ങൾ ജനകീയ കമ്മിറ്റി കൂടിയപ്പോൾ ഉദ്ദേശിച്ചത് സലാം പള്ളിക്കണ്ടം, K കുഞ്ഞിക്കണ്ണൻ, PP അപ്പു, TK നാരായണൻ, PP കോരൻ, AP സൈനുദ്ദീൻ, PV കരുണാകരൻ എന്നിവർ സംസാരിച്ചു. KP രമേശൻ സ്വാഗതം ആശംസിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഫെബ്രുവരി 10 മുതൽ 13 വരെ പാലക്കാട്ട് നടക്കുന്ന KSTA രജത ജൂബിലി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വടക്കൻ മേഖല അധ്യാപക കലാജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്നും ആരംഭിച്ച KSTA അധ്യാപിക കലാജാഥക്ക് പെരുമ്പയിൽ സ്വീകരണം നൽകി. അനിതകുമാരി യോഗം ഉദ്ഘാടനം ചെയ്തു. നാടിൻ നന്മകൾ നിലനിർത്തൂ എന്ന മുദ്രാവാക്യം അധ്യാപക സമൂഹം മുന്നോട്ട് വെച്ചത് നമുക്കറിയാം. കാലാകാലങ്ങളിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെന്റുകളാണ് ഇതര വിഭാഗം ജനങ്ങളുടെ എന്ന പോലെ. ജാഥ ലീഡർ D വിമല മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി അധ്യക്ഷയായിരുന്നു. കലാപരിപാടികളും അരങ്ങേറി. ചരിത്രപ്രസിദ്ധമായ മാടായിക്കോട്ട സംരക്ഷണമില്ലാതെ നശിക്കുന്നു. പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ താവളം. കോട്ട സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന കോട്ടയാണ് മാടായിക്കോട്ട. ഏഴിമല രാജവംശം ഭരിച്ചിരുന്ന മൂഷക രാജവംശത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്ന പ്രദേശമാണിത്. വല്ലഭൻ രണ്ടാമൻ പണികഴിപ്പിച്ചതാണ് മാടായിക്കോട്ട എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12-ാം നൂറ്റാണ്ടിലാണ് കോട്ട നാശോന്മുഖമായത് എന്ന് കരുതപ്പെടുന്നു. മൂഷക രാജവംശത്തെ തുടർന്ന് കോലത്തിരി രാജവംശവും ചിറക്കൽ രാജവംശവും ഭരണസാരഥ്യം വഹിച്ചിരുന്നു. ചരിത്രപരമായും പുരാവൃത്തപരമായും മാടായിക്കോട്ട അറിയപ്പെടുന്നുണ്ട്. ഭദ്രകാളി ദാരികനെ വധിച്ചത് ഇവിടെ വെച്ചാണ് എന്ന സങ്കല്പവും നിലനിൽക്കുന്നു. ഇത്രയേറെ പ്രാധാന്യമുണ്ടായിട്ടും മാടായിക്കോട്ട സംരക്ഷിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നത് ഏറെ ഖേദകരമാണെന്ന് എഴുത്തുകാരിയും അധ്യാപികയുമായി PK ഭാഗ്യലക്ഷ്മി ടീച്ചർ പറഞ്ഞു. മാടായിക്കോട്ട ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കോട്ടയാണ്. ഇതിനുള്ള പ്രാധാന്യം ഏഴിമല രാജവംശം ഭരിച്ചിരുന്ന മൂഷക രാജവംശക്കാരുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നിരുന്ന സ്ഥലം എന്ന രീതിയിലാണ് ഈ കോട്ടയ്ക്കുള്ള പ്രാധാന്യം അർഹിച്ചിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച പ്രകൃതിക്ഷോഭം മൂലം ഈ കോട്ട ഭൂമിയിലേക്ക് തന്നെ മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോയതാവാം.
മാടായിക്കോട്ട സംരക്ഷിക്കാൻ അധികൃതർ മുന്നോട്ട് വരണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SFI പയ്യന്നൂർ കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. DYFI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശരീൻ ശശി ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഓഡിറ്റോറിയത്തിൽ ശബ്ദവും വെളിച്ചവും ഉറപ്പാക്കുക, കൂളർ പുനഃസ്ഥാപിക്കുക, ടോയ്ലറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SFI പയ്യന്നൂർ കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. DYFI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശരീൻ ശശി ഉദ്ഘാടനം ചെയ്തു. അന്നങ്ങനെ ഒരു ടീം ഈ ക്യാമ്പസിനകത്ത് വന്നപ്പോൾ അങ്ങനെ വരാൻ വേണ്ടി പോവുകയാണ് എന്ന് കണ്ടപ്പോൾ ഞങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, ഈ ക്യാമ്പസിനകത്ത് ഒരു ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ഭാഗമായ ടീം വരുമ്പോൾ അവർ വന്ന് ഈ ക്യാമ്പസിനെ വിലയിരുത്തുമ്പോൾ ഏറ്റവും ആദ്യം പ്രധാനമായും വിലയിരുത്തിയതിന്റെ ഇൻഫ്രാസ്ട്രക്ചറാണ്. എത്രമാത്രം നല്ല നിലയിൽ ഒരുക്കാൻ വേണ്ടി സാധിക്കും, അതിനനുസരിച്ചായിരിക്കും ഈ ക്യാമ്പസിന് കിട്ടാൻ വേണ്ടി പോകുന്ന അക്രഡിറ്റേഷന്റെ റാങ്ക് എന്ന് പറയുന്നത്. ശ്രീരാഗ് അധ്യക്ഷത വഹിച്ചു. ഗനിൽ TC, ബബിൻ C, ജിതിൻ MV, നിതിൻ TV, ബിബിൻ M തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച പെൺസൗഹൃദ മുറിയും ലൈബ്രറിയും സ്കൂളിന് സമർപ്പിച്ചു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA TV രാജേഷ് ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച പെൺസൗഹൃദ മുറിയുടെയും കുട്ടികളുടെ കൂട്ടായ്മയിൽ രൂപം കൊടുത്ത ലൈബ്രറി റൂമിന്റെയും ഉദ്ഘാടനം സ്കൂളിൽ നടന്നു. പെൺസൗഹൃദ മുറിയുടെ ഉദ്ഘാടനം TV രാജേഷ് MLAയും നവീകരിച്ച ലൈബ്രറി റൂമിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം R അജിതയും നിർവഹിച്ചു. PTA പ്രസിഡന്റ് PV ഗംഗാധരൻ ലൈബ്രറിയിലേക്ക് പുസ്തകം ഏറ്റുവാങ്ങി. നമുക്ക് അത്യാവശ്യം നല്ല ഒരു കാറ്റും വെളിച്ചവും കിടക്കുന്ന മഴയത്തും വെയിലത്തും നമുക്ക് ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു ഓഡിറ്റോറിയം ഇവിടെ വന്നു. ക്ലാസ് മുറികളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രയാസം നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് ഒരു മികച്ച ഗ്രൗണ്ടാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഗ്രൗണ്ടിനെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഗേൽ അഭിയാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പ്രഭാവതി അധ്യക്ഷയായി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം P വത്സല, ഗ്രാമപഞ്ചായത്ത് അംഗം K വിജു, പ്രധാനാധ്യാപിക മോളി സെബാസ്റ്റ്യൻ, ചെറുതാഴം വികസന സമിതി ചെയർമാൻ P ദാമോദരൻ മാസ്റ്റർ, KV ജനാർദ്ദനൻ മാസ്റ്റർ, ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ K സ്നേഹലത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. എൻഡോസൾഫാൻ ഇരകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല പട്ടിണി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പയ്യന്നൂരിൽ പൗരാവകാശ പ്രവർത്തകർ പ്രകടനം നടത്തി. ഗാന്ധി പാർക്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. N സുബ്രഹ്മണ്യം മാസ്റ്റർ, KP വിനോദ് കുമാർ, അത്തായി ബാലൻ, K രാമചന്ദ്രൻ, M സുൽഫത്ത് ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതിയുടെയും AKP ഓറിയന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ വ്യാകരണ ശിരോമണി OK മുൻഷി അനുസ്മരണവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. തുമ്പക്കോവൽ AKP ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതിയുടെയും AKP ഓറിയന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വ്യാകരണ ശിരോമണി OK മുൻഷി അനുസ്മരണവും അവാർഡ് ദാനവും AKP ഓറിയന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറിയിൽ നടന്നു. അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധനായ ഇൻഡോളജിസ്റ്റും സംസ്കൃത പണ്ഡിതനുമായ ഡോക്ടർ C രാജേന്ദ്രനാണ് ഈ വർഷത്തെ OK മുൻഷി അവാർഡ് ലഭിച്ചത്. കാലിക്കറ്റ് സർവകലാശാല സംസ്കൃത വിഭാഗം മുൻ മേധാവിയാണ് ഡോക്ടർ രാജേന്ദ്രൻ. 30ഓളം ഗ്രന്ഥങ്ങളും 200-ലേറെ ഗവേഷണ പ്രബന്ധങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇദ്ദേഹം വിദേശ സർവകലാശാലകളിലടക്കം നിരവധി സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. അവാർഡ് ദാന ചടങ്ങിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ നിർവഹിച്ചു. തീർച്ചയായും ഈ സ്ഥാപനത്തോട് പയ്യന്നൂർ നഗരസഭ, പയ്യന്നൂരിന്റെ പൊതുസമൂഹം വലിയ ആദരവ് കാണിക്കുന്നു, താല്പര്യം കാണിക്കുന്നു എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാനാണ് ഞാൻ ഇക്കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ വിശദമായിട്ട് സൂചിപ്പിക്കുന്നില്ല. നേരത്തെ അവാർഡ് ഏറ്റുവാങ്ങുന്ന ഡോക്ടർ C രാജേന്ദ്രനെ ശിവരാം മാസ്റ്റർ പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ
പി അപ്പുക്കുട്ടൻ മാസ്റ്റർ അവാർഡ് നൽകി. സദനൻ നാരായണൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ദാമോദരൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പോത്തേര കൃഷ്ണൻ, എ വി മാധവ പൊതുവാൾ, പി പത്മനാഭൻ, പാണപ്പുഴ പത്മനാഭ പണിക്കർ, ഡോക്ടർ ഇ ശ്രീധരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് അക്ഷരസായാഹ്നവും അക്ഷരശ്ലോക സദസ്സും നടന്നു. SKSSF SYS പാടിയോട്ടുചാൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമസ്തയുടെ 90-ാം വാർഷിക പ്രചരണ സമ്മേളനവും വിളംബര റാലിയും സംഘടിപ്പിച്ചു. റേഞ്ച് സെക്രട്ടറി KP മൊയ്തീൻ കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സത്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് തിരുത്താൻ പറ്റാത്ത വിധത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഷാദ്ഫലമായ തീരത്തൂടെ കടന്നു പോകുന്ന പ്രവർത്തകർ, അതിന്റെ നേതാക്കൾ, അതിന്റെ പ്രവർത്തകരെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ് ജീവിത വിശുദ്ധി കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണിത്. ഹാഷിം അസ്സരി അധ്യക്ഷനായി. മുഹമ്മദ് രാമന്തളി മുഖ്യപ്രഭാഷണം നടത്തി. സയ്യിദ് സ്വാഫിയുള്ളാഹിൽ ജമുലൈലി തങ്ങൾ, മുഹമ്മദ് റഫീഖ് ഫൈസി, ജാബിർ ഹുദവി മിനാഫിസ്, PS റഫീഖ് അഷ്റഫി, അഹമ്മദ് പോത്താങ്കണ്ടം, മുഹമ്മദ് കുഞ്ഞിയാമാനി, UK അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. KP മൊയ്തീൻ കുഞ്ഞി മൗലവി, PS റഫീഖ് അഷ്റഫി, ഹാഷിം അസ്സരി, അഹമ്മദ് പോത്താങ്കണ്ടം, KP അബ്ദുൾ റഹ്മാൻ, VV മുഹമ്മദ് കുഞ്ഞി, KP നാസർ, NM ബഷീർ പുളിങ്ങോം, മഹമ്മൂദ് ഹാജി, നിസാർ ഞക്ലി എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. മികവുത്സവത്തിൽ ജേതാക്കളായ കടന്നപ്പള്ളി UP സ്കൂൾ വിദ്യാർത്ഥികളെ സ്കൂളിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സർവശിക്ഷാ അഭിയാൻ സംഘടിപ്പിച്ച മികവുത്സവം പരിപാടിയിൽ പഞ്ചായത്ത് തലത്തിലും ഉപജില്ലാ തലത്തിലും കടന്നപ്പള്ളി UP സ്കൂളിനാണ് 1-ാം സ്ഥാനം. ഇതേ തുടർന്ന് ജില്ലാതലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മികവാർന്ന വിജയത്തിലേക്ക് നയിച്ച കുട്ടികളുടെ പഠന പാഠ്യേതര ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും അനുമോദന സമ്മേളനവും സ്കൂളിൽ നടന്നു. വിദ്യാർത്ഥികൾ ശേഖരിച്ച പുരാവസ്തുക്കളുടെയും വിദ്യാർത്ഥികളുടെ രചനകളുടെയും കയ്യെഴുത്തുമാസികളുടെയും വിവിധതരം പുസ്തകങ്ങളുടെയും കൗതുക വസ്തുക്കളുടെയും പ്രദർശനമാണ് സ്കൂളിൽ ഒരുക്കിയത്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലകൃഷ്ണൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് OK നാരായണൻ നമ്പൂതിരി അധ്യക്ഷനായി. പ്രധാനാധ്യാപിക T രാധ, പഞ്ചായത്ത് അംഗങ്ങളായ M ശുഭ, M സരോജിനി, സ്കൂൾ മാനേജർ PT ഗോവിന്ദൻ നമ്പ്യാർ, KK സുരേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്പീക്ക് മാക്കയുടെ ആഭിമുഖ്യത്തിലുള്ള കഥകളി അവതരണവും സോദാഹരണ ക്ലാസും നടന്നു. സ്പീക്ക് മാക്കെ കോർഡിനേറ്റർ K രമേഷ് ബാബു പദ്ധതി വിശദീകരിച്ചു. കലാമണ്ഡലം ഹരിനാരായണന്റെയും സംഘത്തിന്റെയും നേതൃത്വത്തിലുള്ള നളചരിതം കഥകളിയുടെ അവതരണവും സോദാഹരണ ക്ലാസുമാണ് നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇനി പെരുങ്കളിയാട്ട വിശേഷങ്ങൾ. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം അഖിലേന്ത്യാ പ്രദർശനം സമന്വയം 2016 തുടക്കമായി. ഇളമ്പച്ചി മിനി സ്റ്റേഡിയത്തിൽ കാഞ്ഞങ്ങാട് DYSP ഹരിശ്ചന്ദ്രൻ നായിക് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യർ അവരുടെ കഴിവുകൾ അനുസരിച്ച്, അവരുടെ ശക്തി അനുസരിച്ച് ദൈവത്തിൻ്റെ ശക്തി അവരുടെ ഉടനിൽ വന്ന് അവരെ ദൈവത്തിൻ്റെ തനി സ്വരൂപയായ മാറിയ അവരാണ് ഇന്ന് നമ്മൾ തെയ്യങ്ങളായിട്ട് കൊണ്ടാടുന്നത്. നമുക്കറിയാം. അപ്പം അത്തരത്തിലുള്ള ശക്തികൾ, ദൈവത്തിൻ്റെ ശക്തികളുള്ള മനുഷ്യരുണ്ടായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ KP കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായിരുന്നു. K വെളുത്തമ്പു, ഡോക്ടർ K സുധാകരൻ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, TV ചന്ദ്രദാസ്, M സൗദ, PK സുനീഷ് കുമാർ, സനത് ഭഗവതി എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ K ശ്രീധരൻ സ്വാഗതവും KV ജതീന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ദേശീയ കലാകാരന്മാർ അണിനിരന്ന മണിപ്പൂരി നൃത്തവും അരങ്ങേറി. ഫെബ്രുവരി 11 വരെ നടക്കുന്ന പ്രദർശനത്തിൽ KSCB, CPCRI, വനം വകുപ്പ്, കാർഷിക കോളേജ്, ഫയർഫോഴ്സ്, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ, എക്സൈസ് വകുപ്പ് എന്നിവയുടെ സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 4 മണി മുതൽ 10 മണി വരെയാണ് പ്രദർശന സമയം. പ്രദർശന നഗരിയിൽ വിവിധ കലാപരിപാടികളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം കലാപരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച മണിപ്പൂരി നൃത്തം ലായ് ഹരോബ കാണികൾക്ക് വിരുന്നായി. മണിപ്പൂരിലെ 20ഓളം കലാകാരന്മാർ അവതരിപ്പിച്ച ലായ് ഹരോബ, പുങ്ചോളം, ധോൽച്ചോളം, ബസന്തരാസ, വടിനൃത്തം, താങ്ത എന്നീ സദസ്സിനെ കയ്യിലെടുത്തു. പയ്യന്നൂർ ദൃശ്യയുടെ സഹകരണത്തോടെ ഫോക്ലാൻഡിന്റെ സഹായത്തോടെയാണ് മണിപ്പൂരി കലാവിരുന്ന് അരങ്ങേറിയത്.
തൃക്കരിപ്പൂർ ശ്രീ മുച്ചിലോട്ട് പെരുങ്കളിയാട്ട് എക്സിബിഷൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ആദ്യ പരിപാടിയായിരുന്നു ലായ് ഹരോബ. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മറ്റു വാർത്തകളിലേക്ക്. പച്ചക്കറി കൃഷിയിൽ വിജയഗാഥയുമായി ചെറുകുന്ന് മുട്ടൽ LP സ്കൂളിലേക്ക് ആവശ്യമായ മുഴുവൻ പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. ജൈവകൃഷി ഉൽപ്പാദിപ്പിക്കുന്നതിനും സ്കൂൾ ഉച്ചക്കഞ്ഞിക്കാവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനും വേണ്ടിയാണ് സ്കൂളിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത്. PTA പൂർണ്ണ സഹകരണം കൂടിയായതോടെ പദ്ധതി സമ്പൂർണ്ണ വിജയത്തിലെത്തി. വെണ്ട, തക്കാളി, പയർ, കയ്പ, താലോരി എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. പൂർണ്ണമായും ജൈവകൃഷിയാണ് നടത്തിയത്. ഈ വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും മികച്ച ഒന്നായിട്ടാണ് നമ്മൾ സ്കൂളിലെ ജൈവ പച്ചക്കറി കൃഷിയെ കാണുന്നത്. നമ്മൾ സ്കൂളിലെ PTA അധ്യാപകരുടെയും കുട്ടികളുടെയും നാട്ടുകാരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് 10 സെൻറ്റിൽ നമ്മൾ കൃഷി ഇറക്കുകയും നല്ല ഉൽപ്പന്നം ലഭിച്ചിട്ടുണ്ട്. ജൈവ പച്ചക്കറി കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എല്ലാ ദിവസവും വിഭവസമൃദ്ധമായ സദ്യ തന്നെ കൊടുക്കാൻ വേണ്ടി ഇതിലൂടെ സാധിക്കുന്നുണ്ട്. പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഇതിൽ നിന്നുള്ള പച്ചക്കറികൾ പറിച്ചിട്ടാണ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. വിഷമില്ലാത്ത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി ആരംഭിച്ചത്. മികച്ച രീതിയിൽ പച്ചക്കറി വിളവെടുക്കാൻ സാധിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. എരമം നോർത്ത് LP സ്കൂൾ പ്രീ പ്രൈമറി LKG പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. എരമം നോർത്ത് LP സ്കൂളിൽ പുതിയതായി ആരംഭിച്ച പ്രീ പ്രൈമറി LKG ക്ലാസുകളിലേക്കുള്ള പ്രവേശനോത്സവമാണ് നടന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം ചുവടുവെപ്പുകൾ ഏറെ അഭിനന്ദനാർഹമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ K. സത്യഭാമ പറഞ്ഞു. ചടങ്ങിൽ വാർഡ് മെമ്പർ M. ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ P. വിജയൻ, KM സോമൻ മാസ്റ്റർ, ജിഷായി, CK മനോഹരൻ നായർ, KP വിജയൻ, മായ VKV തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജൈവ പച്ചക്കറി കൃഷി വിളവെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV ഗോവിന്ദൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി നടത്തിയത്. കീഴ്വയൽക്കുളം പാടശേഖരത്ത് 2 ഏക്കറോളം പ്രദേശത്ത് വിപുലമായ രീതിയിലാണ് കൃഷിയൊരുക്കിയത്. വെള്ളരി, ചീര, പടവലം, വെണ്ട, പയർ, നരമ്പൻ, കയ്പ, പടവലം, കുമ്പളം തുടങ്ങി വൈവിധ്യമാർന്ന പച്ചക്കറികളാണ് കൃഷി ചെയ്തത്. വിളവെടുപ്പ് ഉദ്ഘാടനം രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV ഗോവിന്ദൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് A. വത്സല, 3-ാം വാർഡ് അംഗം K. കൃഷ്ണൻ, രാമന്തളി കൃഷിഭവൻ ഓഫീസർ ദിനേഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. ചെറുപുഴയിൽ കാനംവയൽ കോളനിയിൽ പെരിങ്ങോം പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ KV ഷാജി ക്ലാസ് എടുത്തു. വീണ്ടും നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ചില സൂചനകൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ ഇൻസ്പെക്ടർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അതുപോലെ മറ്റധികാരികളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ളൊരു വളരെ പ്രധാനപ്പെട്ട, കാരണം ഒഴിഞ്ഞു പോയിട്ടുള്ള ഒരു ബാധയെ വീണ്ടും വരാൻ നോക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാനംവയൽ കോളനിയിൽ പെരിങ്ങോം പോലീസിന്റെ നേതൃത്വത്തിൽ മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗത്തിനെതിരെയാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് അംഗം വത്സ ജൈസ് അധ്യക്ഷനായി. പെരിങ്ങോം SI KV നിഷിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ KV ഷാജി ക്ലാസ് നയിച്ചു. സിവിൽ പോലീസ് ഓഫീസർമാരായ KD ഫ്രാൻസിസ്, M. പ്രകാശൻ, ബിനോയ് മുതുകാട്ടിൽ, ലീലാമണി, ഊരുമൂപ്പൻ, വിജേഷ് കുണ്ടയം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. നാളികേര ഫെഡറേഷന്റെ നേതൃത്വത്തിൽ 6 നാളുകളിലായി തൃക്കരിപ്പൂരിൽ നടന്നുവന്ന തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സമാപന ഭാഗമായി പരിശീലനം പൂർത്തിയാക്കിയവർക്ക് തെങ്ങുകയറ്റ യന്ത്രവും വിതരണം ചെയ്തു. പിലിക്കോട്, തൃക്കരിപ്പൂർ, വലിയപറമ്പ പഞ്ചായത്തുകളിലെ 14 നാളികേര ഉൽപ്പാദക സംഘങ്ങളുടെ പരിധിയിലെ 20 പേരാണ് പരിശീലനം നേടിയത്. ഇവർക്കുള്ള തെങ്ങുകയറ്റ യന്ത്രത്തിന്റെ വിതരണം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി നിർവഹിച്ചു. നമ്മുടെ ഏറ്റവും വലിയ വരുമാനം ആണ് തെങ്ങ്. കേരളത്തിൻ്റെ പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ കാർഷിക വിളവും അതുപോലെ തന്നെ കേരളം എന്ന പേരടക്കം വന്നത് ഈ കേരം കൊണ്ടാണ്. ആ മേഖല ഇന്ന് വളരെയേറെ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം ഒരു സംഭവം അല്ലെങ്കിൽ ഇത്തരം ഒരു സംരംഭം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. VM ബാലൻ അധ്യക്ഷനായി. തെങ്ങുകയറ്റ മത്സരത്തിൽ വിജയികളായവർക്ക് C. ബാലകൃഷ്ണൻ സമ്മാനം വിതരണം ചെയ്തു.
വി കെ കരുണാകരൻ, വി ശ്രീധരൻ, പി വേണുഗോപാലൻ, പി വി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. പി കെ ശ്രീകുമാർ സ്വാഗതവും കൊളങ്ങര രാമൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ക്ഷേത്രയാത്ര. കാങ്കോലാലപ്പടമ്പ പഞ്ചായത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ കുറുവേലി ഭഗവതി ക്ഷേത്രം. പയ്യന്നൂരിൽ നിന്നും ചെറുപുഴ റൂട്ടിൽ 14 കിലോമീറ്റർ സഞ്ചരിച്ച് പുതിയ റോഡ് ബസ് സ്റ്റോപ്പിലിറങ്ങി ആലപ്പടമ്പ റോഡിലെ പഞ്ചായത്ത് കിണർ വഴി തിരിയുന്ന റോഡിലൂടെ 2 കിലോമീറ്റർ പിന്നിട്ടാൽ കുറുവേലി അമ്പലത്തിലെത്താം. കുറുവേലി പാടത്തിൻ്റെ പടിഞ്ഞാറേക്കരയിൽ പ്രശാന്ത സുന്ദരമായ സ്ഥലത്താണ് ശ്രീ കുറുവേലി ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദ്യകാലത്ത് കുറുവേലി മനക്കാരായിരുന്നു ക്ഷേത്രഭരണം നടത്തിയിരുന്നത്. ശത്രുസംഹാരണിയായ സാക്ഷാൽ ശ്രീ പരാശക്തി പരദേശിയുടെ രൂപത്തിൽ മഞ്ഞൾ വിൽപ്പനക്കാരിയായി കുറുവേലി മനയിലെത്തി. വാങ്ങിയ മഞ്ഞളിൻ്റെ വിലയുടെ കാര്യത്തിൽ മനക്കാരുമായി വാക്കുതർക്കമുണ്ടാവുകയും മഞ്ഞൾ മുഴുവനും മനക്ക് ചുറ്റും വലിച്ചെറിയുകയും ചെയ്തു. എന്നാൽ അല്പസമയത്തിനുള്ളിൽ ആ മഞ്ഞൾ മുഴുവൻ മുളച്ചു വരുന്നത് കണ്ട മനക്കാർ പരിഭ്രാന്തരാവുകയും പ്രശ്നവിചാരം നടത്തുകയും ചെയ്തു. സർവമംഗള സ്വരൂപിണിയായ സാക്ഷാൽ ദേവി തന്നെയാണതെന്ന് ബോധ്യമായി. ദേവി മനയിലെത്തി മനയുടെ മുമ്പിലുള്ള പ്ലാവിൻ തറയിലാണ് ആദ്യം ഇരുന്നത്. ഈ പ്ലാവിൻ തറ വിശുദ്ധ സ്ഥാനമാണെന്ന് സങ്കല്പിച്ച് സന്ധ്യാദീപം വെച്ച് പോരുന്നുണ്ട്. ചൊവ്വവിളക്ക്, തണ്ണീനാമൃത്, ചിക്കിമാല എന്നിവ ദേവിയുടെ പ്രധാന വഴിപാടുകളാണ്. വെച്ച് നിവേദ്യത്തിനു പകരം ഉണക്കലരിത്തൂകൽ മാത്രമേ ഇവിടെ പതിവുള്ളൂ. ഉപദേവതകളായി ദേവിയുടെ ഇടതുഭാഗം പൂളന്താറ്റ് ഭഗവതിയെയും കണ്ണങ്ങാട്ട് ഭഗവതിയെയും വലതുഭാഗം നിലയറ ഭഗവതിയെയും പ്രത്യേകം സ്ഥാനം നൽകി ആരാധിച്ചു വരുന്നു. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായി മതിൽ കെട്ടി വേർതിരിച്ച് നാഗപ്രതിഷ്ഠയുമുണ്ട്. ധനുമാസത്തിലെ ആയില്യത്തിന് നാഗത്തിൽ പ്രത്യേക പൂജകൾ നടത്തിവരുന്നു. ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി അല്പം ദൂരെ വനശാസ്താവായി ശ്രീ അയ്യപ്പനും തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ബ്രഹ്മരക്ഷസും കുടികൊള്ളുന്നു. ധനുമാസത്തിൽ 3 ദിവസത്തെ കടത്തിലരിയും പാട്ടും ഇവിടുത്തെ പ്രധാന ഉത്സവമാണ്. ഒന്നിടവിട്ട വർഷങ്ങളിൽ വടക്കേ വാതുക്കൽ തെയ്യങ്ങളും കെട്ടിയാടിച്ചു വരുന്നു. മണിത്തൂണാണ് പ്രധാന പ്രതിഷ്ഠ. സരസ്വതിയുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. പൂളന്താറ്റ് ഭഗവതി, വിഷ്ണുമൂർത്തി തെയ്യം, നിലയറ ഭഗവതി, രക്തചാമുണ്ടി, വെള്ളാരംകുളങ്ങര ഭഗവതി, ശ്രീഭൂതം കോലം എന്നിവയാണ് പ്രധാന തെയ്യങ്ങൾ. ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും തിടമ്പു നൃത്തവുമുണ്ട്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മികച്ച നെൽകർഷകനുള്ള പുരസ്കാരം നേടിയ സുരേഷ് മടയമ്പത്തിനെ അഖിലേന്ത്യാ കിസാൻ സഭ ആദരിച്ചു. പാടവരമ്പത്തെത്തിയാണ് പ്രവർത്തകർ ഉപഹാരം കൈമാറിയത്. CPIയുടെ കർഷക വിഭാഗമായ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പയ്യന്നൂർ മണ്ഡലം സെക്രട്ടറി M സതീശനാണ് സുരേഷ് മടയമ്പത്തിന് ഉപഹാരം കൈമാറിയത്. കാർഷിക വൃത്തിയോടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കുവാൻ ഇത്തരം അവാർഡുകളും അനുമോദനങ്ങളും സഹായിക്കുമെന്നും M സതീശൻ പറഞ്ഞു. ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഈ അവാർഡ് നമ്മുടെ കാർഷിക മേഖലക്ക് പുത്തൻ ഉണർവേകുന്നതിന് വേണ്ടി തലമുറക്ക് പ്രോത്സാഹനം നൽകുന്നതിന് ഉതകട്ടെ എന്ന് ആശംസിക്കുകയാണ്. CPI പയ്യന്നൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ K അസീസ്, K വിനോദ് കുമാർ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സമന്വയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വടക്കേക്കരയും ബാലസംഘം യൂണിറ്റും വടക്കേക്കരയും സംയുക്തമായി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ആലപ്പടമ്പ വടക്കേക്കര സാംസ്കാരിക നിലയത്തിൽ നടന്ന അനുമോദന സദസ്സ് CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി KV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സമന്വയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വടക്കേക്കരയും ബാലസംഘം വടക്കേക്കര യൂണിറ്റും സംയുക്തമായി ജനകീയ ഡോക്ടർ TV കുഞ്ഞിക്കണ്ണനും ജില്ലയിലും സംസ്ഥാന തലങ്ങളിലും കലാകായിക മത്സരങ്ങളിലും കഴിവ് തെളിയിച്ച ക്ലബ്ബ് പരിധിയിലെ കുട്ടികളെയും അനുമോദിച്ചു. ആലപ്പടമ്പ വടക്കേക്കര സാംസ്കാരിക നിലയത്തിൽ നടന്ന അനുമോദന പരിപാടി CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി KV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു.
ആ ജനിച്ചു വളർന്ന പ്രദേശത്തെ വിസ്മരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഉന്നത തലങ്ങളിൽ എന്താണോ സ്വയം നേടിയെടുക്കാൻ സാധിക്കുക, ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അത് നേടിയെടുക്കണം, സ്വായത്തമാക്കണം എന്ന രീതിയിൽ ആ ജനിച്ചു വളർന്ന പ്രദേശങ്ങളെയും നാട്ടിനെയും എല്ലാം വിസ്മരിച്ചുകൊണ്ട് കൂടുതൽ ഫലപ്രദമായ നേട്ടത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ചേക്കേറുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MDP നൂറുദ്ദീൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി KP ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ദിലീപ് VP സ്വാഗതം ആശംസിച്ചു. PV ബാലൻ, KM ബാലകേശവൻ, P പുഷ്പലത, C ലക്ഷ്മണൻ, സജേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുന്നരു നന്മ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ രാമന്തളി പ്രതീക്ഷ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് സംഗീത വിരുന്നും അരങ്ങേറി. പ്രതീക്ഷ അകലുന്ന മനസ്സുകളിൽ പുത്തൻ പ്രതീക്ഷകൾ ഉണർത്തിയാണ് രാമന്തളി നന്മ സ്വാശ്രയ സംഘം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബഡ് സ്കൂളിൽ സ്നേഹക്കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സാന്ത്വന പ്രവൃത്തി ചടങ്ങായി മാറുന്ന ഇന്നത്തെ കാലത്ത് അവയിൽ നിന്ന് വ്യത്യസ്തമായി സംഗീത വിരുന്നും ഉച്ചഭക്ഷണവും ഉൾപ്പെടെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. പുല്ലാങ്കുഴൽ വാദകൻ ജോൺസൺ പുഞ്ചക്കാടിന്റെ പുല്ലാങ്കുഴൽ വായനയും ഗായകൻ മനു രംഗനാഥും സംഘവും അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി. തുടർന്ന് ബഡ് സ്കൂൾ അംഗങ്ങൾക്ക് ഉച്ചഭക്ഷണ വിതരണവും നടന്നു. ചെറുതാഴം ശ്രീ രാഘവപുരം ക്ഷേത്രം ഹനുമാരമ്പലം മഹോത്സവം ഫെബ്രുവരി 3 മുതൽ 10 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുതാഴം ശ്രീ രാഘവപുരം ക്ഷേത്രം ഹനുമാരമ്പലത്തിലെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ബുധനാഴ്ച തുടങ്ങും. വൈകിട്ട് 6-ന് പാരമ്പര്യ ട്രസ്റ്റി വാരണക്കോട്ടില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരിയിൽ നിന്ന് തന്ത്രി കരുമാരത്തില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൂറയും പവിത്രവും സ്വീകരിക്കുന്നതോടെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് കൊടിയേറ്റം. രാത്രി 8-ന് സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സജീവ് മറോളി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കോൽക്കളിയും അരങ്ങേറും. വ്യാഴാഴ്ച 3:30-ന് അക്ഷരശ്ലോക സദസ്സ്, രാത്രി 9:30-ന് നൃത്തശില്പം, 5-ന് രാവിലെ 7 മണിക്ക് ഉത്സവബലിയും, 2:30-ന് അക്ഷരശ്ലോക സദസ്സ്, രാത്രി 8:30-ന് കഥകളി ആചാര്യന്മാർക്കുള്ള പുരസ്കാര വിതരണം, 10 മണിക്ക് മേജർ സെറ്റ് കഥകളി കർണശപഥം, 6-ന് പ്രതിഷ്ഠാദിനത്തിൽ വിശേഷാൽ നവകവും കലശാഭിഷേകവും, 2 മണിക്ക് അക്ഷരശ്ലോക സദസ്സ്, 3:30-ന് പൊതിയിൽ നാരായണ ചാക്യാരുടെ കൂത്ത്, രാത്രി 10-ന് ഭരതനാട്യ വിരുന്ന്, 7-ന് 2 മണിക്ക് അക്ഷരശ്ലോക സദസ്സ്, 3:30-ന് ചാക്യാർ കൂത്ത്, 8:30-ന് ഇരട്ടത്തായമ്പക, 10 മണിക്ക് തിരുമുൽക്കാഴ്ച, 10:30-ന് ശ്രീ മുത്തപ്പൻ വിൽക്കലാമേള, 8-ന് 3:30-ന് ചാക്യാർ കൂത്ത്, രാത്രി 8:30-ന് ഇരട്ടത്തായമ്പക, 10 മണിക്ക് ഭക്തിഗാനമേള എന്നിവയും നടക്കും. 9-ന് 3:30-ന് ഓട്ടംതുള്ളൽ, രാത്രി 8:30-ന് ചെറുതാഴം ചന്ദ്രൻ നയിക്കുന്ന തായമ്പക, 10:30-ന് പള്ളിവേട്ട, 10-ന് രാവിലെ ആറാട്ട്, കലശാഭിഷേകം, ആറാട്ട് സദ്യ എന്നിവയും ഉണ്ടാകും. ഉത്സവനാളുകളിൽ രാവിലെ ശ്രീഭൂതബലി, നവകം, വൈകിട്ട് 5-ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെയും മേളപ്രദക്ഷിണത്തോടും കൂടിയ കാഴ്ചശീവേലി, തുടർന്ന് 4 തിടമ്പുകൾ ഒരേ സമയത്തുള്ള തിടമ്പ് നൃത്തം, തായമ്പക എന്നിവയും ഉണ്ടാകും. മാധ്യമസമ്മേളനത്തിൽ വാരണക്കോട്ടിലത്ത് കൃഷ്ണൻ നമ്പൂതിരി, കെ കണ്ണൻ, AD നമ്പ്യാർ, P ജനാർദ്ദനൻ നായർ, KV ഗോകുലാനന്ദൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാങ്കോൾ സ്വദേശി തമിഴ്നാട്ടിൽ മരണപ്പെട്ടു. കരിങ്കുഴിയിലെ തേറയിൽ പ്രമോദാണ് മരിച്ചത്. ഗാമൺ ഇന്ത്യ ലിമിറ്റഡിലെ ജോലിക്കാരനായ പ്രമോദ് ജോലിക്കിടെ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയായിരുന്നു. രജിതയാണ് ഭാര്യ. ദിൽമത്ത് ഏക മകനാണ്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. കേരളത്തിൽ യുവാക്കൾ സംഘം ചേർന്ന് പട്ടാപ്പകൽ യുവാവിനെ തല്ലിക്കൊന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ യുവാക്കളുടെ പോക്ക് എങ്ങോട്ട് എന്ന വിഷയത്തിൽ നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകരുടെ പ്രതികരണമാണ് ഇന്നത്തെ മാറ്റുലിയിൽ. ഇന്നലെ ആറ്റിങ്ങലിൽ വക്കത്ത് ഒരു യുവാവിനെ സദാചാര പോലീസ് ചമഞ്ഞ് അതേ രൂപത്തിലുള്ള പൈശാചികമായ മർദ്ദിച്ച് അയാളെ കൊല്ലുകയും അയാളുടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇത്രയും ഹീനമായ നടപടി നമ്മുടെ കേരളത്തിൽ ഉത്ബുദ്ധരായ ജനങ്ങളുടെ നമ്മുടെ കേരളത്തിൽ 100% സാക്ഷരതയായ
നമ്മുടെ കേരളത്തിൽ നടന്നതെന്ന് പറയുന്നത് നമുക്ക് അപമാനകരമാണ്. ഇന്നലെ തിരുവനന്തപുരം ആറ്റിങ്ങൽ എന്ന സ്ഥലത്ത് വെച്ച്, ആറ്റിങ്ങൽ വക്കം എന്ന സ്ഥലത്ത് വെച്ച് ഒരു യുവാവിനെ, അതും വിദ്യാർത്ഥിയായ ഒരു യുവാവിനെ പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ 4 ചെറുപ്പക്കാർ കൂടി തല്ലിക്കൊല്ലുന്ന ദൃശ്യം മാധ്യമത്തിൽ കണ്ടപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി എങ്ങോട്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ കേരളം മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഇവിടെ ഒരു ജനാധിപത്യ രാജ്യമുണ്ടോ എന്ന് ചോദിക്കേണ്ട സന്ദർഭമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് തികച്ചും അപരിചയവും വിമർശിക്കപ്പെടേണ്ടതും ആണ്. ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ഒരു ഉച്ചക്ക് പട്ടാപ്പകൽ ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയെ റോട്ടിൽ വെച്ചിട്ട് തല്ലിക്കൊല്ലുന്നത്. ഇങ്ങനൊരു സംഭവം നമ്മൾ പ്രബുദ്ധമായി കേരളത്തിൽ ഉണ്ടാകുന്നത് നമുക്ക് വളരെ ആലോചിക്കാൻ വരെ കഴിയാത്തൊരു സ്ഥിതിയാണ്. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ഒരു ശക്തമായ പ്രതിഷേധം നമ്മളെ ഈ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഉണ്ടാവണം. പത്രത്തിൽ കൂടിയാണ് ഈ വാർത്ത അറിഞ്ഞത്. ഒരു കോഴിയെ പോലും കൊല്ലാൻ മടിക്കുന്ന ഈ കാലത്ത് മനുഷ്യജീവനെ പട്ടിയെ തച്ചുകൊല്ലുന്നത് പോലെ തച്ചുകൊല്ലുക, ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. സാക്ഷരതയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മൾ കേരളം പോലൊരു സംസ്ഥാനത്ത് പട്ടിയെ പോലും ഇങ്ങനെ പരസ്യമായിട്ട് തച്ചുകൊല്ലുന്നൊരു രീതിയില്ല. അപ്പോൾ അത്രമാത്രം അധപ്പതിച്ച ഒരു രീതിയിലേക്കാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ. അതെന്തായാലും നമുക്ക് സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങൾ വിവിധ വേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ കേരളത്തിൽ മാത്രമായിരുന്നു അതൊരു രംഗത്ത് വരാതിരുന്നത്. ഇന്ന് 10ാം ക്ലാസ് കഴിഞ്ഞു ലക്ഷ്യബോധമില്ലാത്ത തലമുറ വളരുകയും അവർ പണത്തിന് വേണ്ടി ഏത് മാർഗത്തെ സ്വീകരിക്കുകയും അതിനുവേണ്ടി എത്ര വലിയ കൊട്ടേഷനിലോ സംഘങ്ങളിലോ അല്ലെങ്കിൽ വ്യക്തിപരമായ ആളുകളെ അപായപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം വളർന്നിരിക്കുക. ലോകത്ത് എവിടെ നിന്ന് നോക്കിയാലും കേരളത്തിൽ ഇന്ന് ധാർമ്മികമായി കുടുംബ ബന്ധങ്ങളും സഹോദര്യങ്ങളും ഒക്കെ തകർന്നടിഞ്ഞുകൊണ്ട് ഇന്നലെ നമ്മൾ വാട്സാപ്പിലും മറ്റു മീഡിയകളിലും കണ്ട വാർത്ത വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. മനുഷ്യത്വരഹിതമായ ചില പ്രവർത്തനങ്ങളാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഇത്ര ചെറിയ ഒരു കുട്ടിയെ എല്ലാവരും അടിച്ചു കൊല്ലുന്നത് വീഡിയോ എടുക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉത്സാഹിക്കുന്നത്. ആ സമയം കൊണ്ട് ആ കുട്ടിയെ രക്ഷിക്കാം ആയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള വാർത്തകൾ ഈ ചാനലുകളിൽ വരുമ്പോൾ അത് ആസ്വദിക്കാനുള്ള ജനങ്ങൾ കൂടി വരികയാണ്. ഇത്തരത്തിലുള്ള പ്രവണത ഇല്ലാതാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കൊല്ലുന്ന കൂടാതെ ആ കൊല്ലുന്ന രംഗം ചിത്രീകരിക്കാൻ നോക്കിയത് ചിത്രീകരിച്ചത് അവനെ കിട്ടുമെങ്കിലും ആ സമയത്ത് അവനെ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ജനാധിപത്യമായ എല്ലാ രാജ്യങ്ങളും എല്ലാ മതങ്ങളും ഒന്നെന്നെല്ലാം പറഞ്ഞിട്ടില്ല ഒരു ഭാരതം കെട്ടിപ്പടുക്കുന്നിടത്ത് ഇങ്ങനെ ഒരു കരുതിക്കൂട്ടി ചെയ്തതോ അല്ലെങ്കിൽ എങ്ങനെ ആയാലും ശരി, അല്ലെങ്കിൽ ഒരു ആവേശത്തിൽ ചെയ്ത് കഴിഞ്ഞാലും അതിനെ നമ്മൾ എല്ലാവരും അതേമാതിരിയല്ലല്ലോ. അപ്പോൾ നിഷ്പക്ഷവാദിയായ ആൾക്കാർ അവനെ നീക്കുകയോ ആ അടിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയോ ചെയ്യാണ്ട് അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു പ്രവണത, അത് നമ്മളിപ്പം അപകടമായാലും ഒരു മോട്ടോർ ആക്സിഡൻറ്റിൽ ഒരാൾ മരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു ചിന്താഗതിയിലാണ് നമ്മളിപ്പം വളർന്നുകൊണ്ടിരിക്കുന്നത്. മതേതരത്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന, മതേതരത്വത്തിൻ്റെ വക്താവായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കതിനോട് യോജിക്കാനേ കഴിയുന്നില്ല. യുവത്വം, പ്രതികരിക്കേണ്ട യുവത്വം ഇങ്ങനെ അക്രമകാരികളായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയും മൗനമടച്ചുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ഒരു 4 ചുവരിനുള്ളിൽ നിന്നുകൊണ്ട് പ്രതികരിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് പ്രതികരിച്ചു പോവുകയാണ്. ആ നടപടിയോട് കടുത്ത അമർഷം രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അറിയിപ്പുകൾ. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ കൊറ്റി അംഗൻവാടി പരിധിയിലെ 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഫെബ്രുവരി 4 രാവിലെ 9:30 മുതൽ ആധാർ എടുത്തു കൊടുക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് അംഗൻവാടിയുമായി ബന്ധപ്പെടുക. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിൽ 660 ചതുരശ്ര അടിയിൽ താഴെ വിസ്തീർണമുള്ള വാസഗൃഹങ്ങളുടെ കെട്ടിട നികുതി ഒഴിവാക്കുന്നതിന് ഫെബ്രുവരി 28-നകം പഞ്ചായത്ത് ഓഫീസിൽ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് സെക്രട്ടറി അറിയിക്കുന്നു. കണ്ടങ്ങാലി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 77-ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും ഫെബ്രുവരി 3 ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. കുഞ്ഞിമംഗലം വടക്കുംപാട് കൈപ്രത്ത് തറവാട് തായ്പര ദേവത കേളംകുളങ്ങര ഭഗവതി ക്ഷേത്രം ജീർണോദ്ധാരണവും ഗുളികൻ തറയുടെ പുനർനിർമ്മാണവും പ്രതിഷ്ഠാ കലശവും കളിയാട്ടവും ഫെബ്രുവരി 2 മുതൽ 4 വരെ നടക്കും. പുനഃപ്രതിഷ്ഠ ഫെബ്രുവരി 3 രാവിലെ 10:30 നടക്കും. കളിയാട്ടം 3 വൈകിട്ടും 4 പകലുമായി നടത്തപ്പെടും. നരീക്കാംവള്ളി കക്കര ഭഗവതി ക്ഷേത്രം ആരൂഢസ്ഥാനം പ്രതിഷ്ഠാ ദിനവും കളിയാട്ട മഹോത്സവവും ഫെബ്രുവരി 3, 4, 5 തീയതികളിൽ നടത്തപ്പെടും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട സംരക്ഷണ ദിനം. ആശാവഹമായ സൂചനയായി പഴയങ്ങാടി, താവം, ഏഴോ മേഖലകളിൽ നീർപക്ഷിയുടെ എണ്ണത്തിൽ ശക്തമായ വർധന.
ചെറുപുഴ മീന്തുള്ളി നിവാസികളുടെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും വിരാമമായി. മുളപ്പാലം മാറ്റി തൂക്കുപാലം നിർമ്മിക്കാൻ 68 ലക്ഷം രൂപയുടെ പ്രവൃത്തിക്ക് സർക്കാർ അനുമതി. മധു കൈതപ്രം മനുഷ്യസ്നേഹിയായ കലാകാരനെന്ന് പയ്യന്നൂരിൽ ചലച്ചിത്രതാരം മനോജ് കെ ജയൻ. പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ ശമ്പളം മാടായി ബാങ്കിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ജീവനക്കാർ പട്ടിണി സമരം നടത്തി. ചരിത്രപ്രസിദ്ധമായ മാടായിക്കോട്ട സംരക്ഷണമില്ലാതെ നശിക്കുന്നു. പ്രദേശം സാമൂഹ്യവിരുദ്ധരുടെ താവളം. കരിവെള്ളൂർ, പുത്തൂർ ഭാഗങ്ങളിൽ അനധികൃത മണലെടുപ്പ് വ്യാപകമാകുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.